ഈ അപ്പീൽ കാലഹരണപ്പെട്ടു. വിറ്റ്നസ്സുകൾ മരിച്ചുപോയി. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അടുത്ത പോസ്റ്റിംഗിൽ പറയും ലാവ്ലിൻ കേസിൽ നിന്ന് CBI പിൻവലിക്കുന്നു എന്ന്. നമസ്കാരം. ദല്ലാൽ നന്ദകുമാറിൻ്റെ പത്രസമ്മേളനവുമാണ് ഇന്ന് കേരളത്തിൽ എമ്പാടും ചർച്ചാ വിഷയമായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി സുപ്രീം കോടതിയിൽ പ്രമാദമായ ഒരു കേസ് നടക്കുന്നു. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ലാവ്ലിൻ കേസ് തന്നെയാണ് അത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് 8 പേരും അതിൽ പങ്കാളികളല്ല, അവർ നിരപരാധികളാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഒരു വിധി വരികയുണ്ടായി. ഈ വിധിക്കെതിരെ CBI സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ലാവ്ലിൻ കേസ് ഏതാണ്ട് 37 പ്രാവശ്യമാണ് സുപ്രീം കോടതിയിൽ മാറ്റി വയ്ക്കപ്പെട്ടത്. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം കേന്ദ്രം ഭരിക്കുന്ന BJP-യും തമ്മിലുള്ള ചില അന്തർനാടകങ്ങളുടെ ഫലമായി തന്നെയാണ് പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നത് എന്നാണ് പറയപ്പെട്ടിരുന്നത്. സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് എത്തുന്ന അവസരങ്ങളിലെല്ലാം ഞങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വാർത്ത സംപ്രേഷണം ചെയ്ത ഉടനെ തന്നെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യം തന്നെയായിരുന്നു. അത് വായിക്കുക എന്നത്. എന്തെങ്കിലും നടക്കുമോ, നിങ്ങൾ എത്ര നാളായി ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങളും നിരാശകളുമെല്ലാം ഒരുപോലെ തന്നെ പങ്കുവയ്ക്കപ്പെട്ടിരുന്നത്. കൃത്യമായ രീതിയിൽ ഭാരതത്തിൽ നീതി നിർവഹണം നടക്കുന്നില്ല എന്ന് പരാതിയുള്ള ഒരു വിഭാഗം ജനങ്ങൾ, പ്രബുദ്ധരായ പ്രേക്ഷകർ തന്നെയാണ് അത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നത്. ഈ കേസിൽ, അതായത് ലാവ്ലിൻ കേസിൽ ഒന്നും തന്നെ സംഭവിക്കില്ല എന്നാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ പലപ്പോഴും കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായപ്പെട്ടിരുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായപ്പെട്ടതുപോലെ തന്നെ സംഭവിക്കാൻ പോകുന്നു. നാളെ മെയ് 1-ാം തീയതി ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ വീണ്ടും ഹിയറിങ്ങിനെത്തുന്നു. എന്നാൽ ഇക്കുറി മറ്റൊരു പ്രത്യേകതയുണ്ട്. CBI ലാവ്ലിൻ കേസ് ഇനി സുപ്രീം കോടതിയിൽ എത്തുന്ന വേളയിൽ, അതായത് മെയ് 1-ാം തീയതി ഈ കേസിൽ നിന്നും CBI പിന്മാറും. ഈ കേസ് CBI പിൻവലിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനിയും ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ കേസിലെ സാക്ഷികളിൽ മിക്കവാറും ആളുകളെല്ലാം മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, അഥവാ പ്രായാധിക്യം കൊണ്ട് ഓർമ്മ പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു. അതുകൊണ്ട് ഈ കേസിൽ നിന്ന് പിന്മാറുന്നു എന്ന് CBIക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയോ സുപ്രീം കോടതിയിലെത്തി ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദല്ലാൽ നന്ദകുമാർ തൻ്റെ പത്രസമ്മേളനത്തിൽ എടുത്തെടുത്തു പറഞ്ഞത്. കേരളത്തിലെ ഒരു മാധ്യമവും അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്നാൽ ഈ വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന KM ഷാജഹാൻ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തുന്നു. അഭിഭാഷകൻ കൂടിയായ KM ഷാജഹാൻ കൃത്യമായി തന്നെ ലാവ്ലിൻ കേസിന്റെ നാൾ വഴികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാളിതുവരെയും എന്താണ് സുപ്രീം കോടതിയിൽ നടന്നിരുന്നത് എന്നുള്ളതിന്റെ ഒരു രത്ന ചുരുക്കം കൂടി മനസ്സിലാക്കാനാവുന്നു. അടുത്ത കാലത്ത് കേരളത്തിൽ ഉയർന്നു വന്ന വിവാദമായിരുന്നു CPM-ന്റെ സമുന്നത നേതാവും LDF-ന്റെ കൺവീനർ കൂടിയായ EP ജയരാജൻ BJP-യിലേക്ക് ചേക്കേറുവാൻ വേണ്ടി പ്രകാശ് ജാവേദ്കറും ശോഭാ സുരേന്ദ്രനുമെല്ലാം ഒരുമിച്ച് ചർച്ച നടത്തി എന്നുള്ളത്. എന്നാൽ EP ജയരാജൻ പ്രകാശ് ജാവേദ്കറിനെ കണ്ടത് ഒരു കാരണവശാലും BJP-യിലേക്ക് ചേക്കേറുന്നതിന് വേണ്ടിയല്ല, മറിച്ച് സുപ്രീം കോടതിയിൽ നിലവിലിരിക്കുന്ന പിണറായി വിജയൻ പ്രതിയായി എന്നാരോപിക്കപ്പെടുന്ന ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ നിന്നും പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകൾ പ്രതിയായി ഇരിക്കുന്ന കേസുകളിൽ നിന്നും അവരെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടത് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഇതിന് കൃത്യമായി BJP ഒരു പ്രതിഫലവും CPM-ൽ നിന്നും ചോദിച്ചിട്ടുണ്ട്, അത് സമ്മതിച്ചിട്ടുണ്ട്. ആ ഒരു അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് പിൻവലിക്കാൻ പോകുന്നത്.
ഇത് ദല്ലാൽ നന്ദകുമാർ തൻ്റെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ നാളെ അഡീഷണൽ സോളിസിറ്റർ ജനറലോ CBIക്ക് വേണ്ടി ഈ കേസ് പിൻവലിക്കുകയാണെങ്കിൽ തീർച്ചയായും മറ്റൊരു കാര്യം കൂടി സംഭവിക്കും എന്ന് തന്നെയാണ് KM ഷാജഹാൻ നിരീക്ഷിക്കുന്നത്. അതായത് കേരളത്തിൽ നിന്ന് ഒരു സീറ്റെങ്കിലും ലോക്സഭാ മണ്ഡലത്തിൽ BJP ജയിച്ച് കയറും. ഇതാണ് EP ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിൽ കണ്ട് നടത്തിയിരിക്കുന്ന ചർച്ചയുടെ രത്നച്ചുരുക്കം. അല്ലെങ്കിൽ ജാവദേക്കറും EP ജയരാജനും CPM-ഉം തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന അന്തർധാര ഇതാണ് എന്നാണ് KM ഷാജഹാൻ തുറന്നടിക്കുന്നത്. എന്തായാലും വരും നാളുകളിൽ സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് പിൻവലിക്കുന്നത് നമുക്ക് കാണാനാകും എന്ന് തന്നെയാണ് KM ഷാജഹാൻ എടുത്തു പറയുന്നത്. എന്തായാലും വരും നാളുകളിൽ CBI സുപ്രീം കോടതിയിൽ നിന്നും ലാവ്ലിൻ കേസ് പിൻവലിക്കും എന്ന് തന്നെയാണ് KM ഷാജഹാൻ അസന്നിഗ്ധമായി പറയുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ KM ഷാജഹാൻ CBIയെ കുറിച്ചും ലാവ്ലിൻ കേസിനെ കുറിച്ചും പിണറായി വിജയനെ കുറിച്ചും EP ജയരാജന്റെയും ജാവദേക്കറിന്റെ ചർച്ചയെക്കുറിച്ചും അന്തർധാരയെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി സംസാരിക്കുന്നതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദല്ലാൽ നന്ദകുമാർ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ കേരള രാഷ്ട്രീയ രംഗത്തെ ആകെ പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പത്രസമ്മേളനത്തിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദല്ലാൽ നന്ദകുമാർ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ പിണറായി വിജയൻ കൂടി പ്രതിയായ എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ പ്രതിയായതിനെതിരെ പിണറായി വിജയൻ പ്രതിയായത് തള്ളിക്കളഞ്ഞ കേരള ഹൈക്കോടതിയുടെ വിധിന്യായത്തിനെതിരെ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ 6.5 വർഷക്കാലമായി കിടക്കുന്ന ലാവ്ലിൻ കേസ്, പ്രമാദമായ ലാവ്ലിൻ കേസ്, അടുത്ത മാസം നടക്കുന്ന വാദപ്രതിവാദം അടുത്ത മാസം സുപ്രീം കോടതിയിൽ ആ കേസ് അവസാനിക്കും എന്നുള്ളതാണ് ഈ നന്ദകുമാർ പറഞ്ഞ പത്രസമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നിർഭാഗ്യവശാൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ, അത് ചർച്ച ചെയ്യാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും തലയ്ക്ക് വെളിവില്ലാതെ പോയി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തലയ്ക്ക് വെളിവില്ലാതെ പോയി എന്ന് ഞാൻ പറയും. കാരണം എന്താ? അതായിരുന്നു നന്ദകുമാറിൻ്റെ പത്രസമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. സുഹൃത്തുക്കളെ, ഞാനിതിൻ്റെ ഇനി പറയാൻ പോകുന്ന കാര്യത്തിലെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താ പ്രധാനപ്പെട്ട വിഷയം? ജയരാജൻ BJP-യിൽ ചേരുമോ ഇല്ലയോ ഉള്ള നിലയിലാണല്ലോ മാധ്യമങ്ങൾ പൊക്കിക്കൊണ്ടുവന്നത്. അല്ല. ജയരാജൻ BJP-യിൽ ചേരുമോ എന്നുള്ളത് ഒരു മൂന്നാമതോ നാലാമതോ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ജയരാജനും BJP-യുടെ ഉന്നത നേതാവായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി നടന്ന, അല്ലെങ്കിൽ ദല്ലാൽ നന്ദകുമാറിൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ഒന്നിലധികം ചർച്ചകൾ, ആ ചർച്ചകളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് ലാവ്ലിൻ കേസിൽ നിന്ന് പിണറായി വിജയനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ ലാവ്ലിൻ കേസ് മാത്രമല്ല, സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള മറ്റുള്ള കേസുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി അതിനുണ്ടായിരുന്നുവെങ്കിലും ദല്ലാൽ നന്ദകുമാർ നടത്തിയ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദഗതിയായി ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട വാദം ലാവ്ലിൻ കേസ് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അതായത് ദല്ലാൽ നന്ദകുമാർ 44 മിനിറ്റ് നീണ്ടു നിന്നൊരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ പല ഘട്ടങ്ങളിലും നന്ദകുമാർ അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതിലൊരു സ്ഥലത്ത് നന്ദകുമാർ പറയുന്നു, പിണറായി വിജയൻ്റെ പേരിലുള്ള SNC ലാവ്ലിൻ കേസ് അവസാനിപ്പിക്കാം, യാതൊരു ബഹളത്തിനും നടപടി ഉണ്ടാവില്ല. ആര് പറയുന്നു? പ്രകാശ് ജാവ്ദേക്കർ പറയുന്നു. വേറൊരു സ്ഥലത്ത് പറയുന്നു, ലെഫ്റ്റിൻ്റെ സഹായമുണ്ടെങ്കിൽ BJP-ക്ക് അക്കൗണ്ട് തുറക്കാം എന്നിട്ട് പറയുന്നു, പകരം SNC ലാവ്ലിൻ ഞങ്ങൾ കൺസീഡ് ചെയ്യും. ആര് പറയുന്നു? BJP നേതാവ് പറയുന്നു. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അടുത്ത പോസ്റ്റിങ്ങിൽ പറയും ലാവ്ലിൻ കേസിൽ നിന്ന് CBI പിൻവലിക്കുന്നു എന്ന്. അതുപോലെ എത്രയെത്ര സ്ഥലങ്ങളിലാണ് ഈ ലാവ്ലിൻ കേസിനെ കുറിച്ചിട്ട് പരാമർശങ്ങളുള്ളത്. ഒരു സ്ഥലത്ത് പറയുന്നു, ഒരു സ്ഥലത്ത് ദല്ലാൽ നന്ദകുമാർ പ്രകാശ് ജാവ്ദേക്കറിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? SNC ലാവ്ലിൻ, ഐ ഫോട്ട് SNC ലാവ്ലിൻ ബട്ട് ഐ എം റെഡി ടു കൺസീഡ്. ഉടനെ ദല്ലാൽ നന്ദകുമാർ ചോദിക്കുന്നു, ഹൗ വിൽ യു കൺസീഡ്, ദിസ് ഈസ് എ CBI അപ്പീൽ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ജാവ്ദേക്കർ പറയുന്നതായിട്ട് നന്ദകുമാർ പറയുന്നത് എന്താണെന്നറിയോ? യു ഡോണ്ട് വറി അറ്റ് ഓൾ. അതായത് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ വാദിക്കുന്നതാണ് CBIക്ക് വേണ്ടി. എന്നിട്ട് പറയും ഈ അപ്പീൽ കാലഹരണപ്പെട്ടു, വിറ്റ്നസ്സുകൾ മരിച്ചുപോയി
എന്നിട്ട് പറയും ഇതുപോലെ വേറൊരു സാഹചര്യമുണ്ട്, പ്രഫുൽ പട്ടേലിൻ്റെ എതിരായിട്ടുള്ള അഴിമതി കേസുണ്ടായിരുന്നു, ആ അഴിമതി കേസ് സുപ്രീം കോടതി പിൻവലിച്ചു അയാൾ പറയുകയാണ്. വേറൊരു സ്ഥലത്ത് ജാവ്ദേക്കർ പറയുന്നതായിട്ട് നന്ദകുമാർ പറയുന്നത് പിണറായി വിജയൻ്റെ സംരക്ഷിക്കാനുള്ള ഡിസ്കഷനാണ് പിന്നെ ഇ പി ജയരാജൻ വന്നത്. ഏറ്റവും അവസാനമായി അയാൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയോ? അയാൾ പറയുന്നത് ഞാൻ ജയരാജൻ ജാവ്ദേക്കർ ഞങ്ങൾ 3 പേരും ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൻ്റെ കണ്ടീഷൻ 1 അദ്ദേഹം പറയുന്നത് എസൻസി ലാവലിൻ കൺസീൽഡ്, 2 അതർ മാറ്റേഴ്സ് ക്ലോസ്ഡ്, 3 26-ൽ LDF തിരിച്ചു വരും. ഈ 3 നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ജയരാജനും ജാവ്ദേക്കറും നന്ദകുമാറും കൂടി ചർച്ച ചെയ്തതെന്നും അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എസൻസി ലാവ്ലിൻ കേസ് ഇല്ലാതാക്കുക എന്നുള്ളതുമാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ദല്ലാൽ നന്ദകുമാർ തൻ്റെ പത്രസമ്മേളനത്തിൽ പല ഘട്ടങ്ങളിലും പറയുന്നു. എന്നിട്ട് അയാളൊരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, എന്താ പറയുന്നറിയോ? അയാൾ പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചു. അയാൾ പറയുന്നത് എന്താണെന്നറിയോ? സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അടുത്ത പോസ്റ്റിംഗ് ഡേറ്റിൽ സുപ്രീം കോടതിയിൽ പറയും. എന്ത് പറയും? ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിൻവലിയുന്നു എന്ന് പറയുമെന്നാണ് നന്ദകുമാർ പറയുന്നത്. അല്ലാതെ ഇനിയും ഈ കേസ് മാറ്റിവെക്കുമെന്നല്ല. അടുത്ത ദിവസം ഈ കേസ് വാദത്തിൽ വരുമ്പോൾ സോളിസിറ്റർ ജനറലോ അല്ലെങ്കിൽ അഡീഷണൽ സോളിസിറ്റർ ജനറലോ വന്നിട്ട് ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറുന്നു, ഇതിൽ പല സാക്ഷികളും പല പ്രതികളുമൊക്കെ മരിച്ചുപോയി എന്ന് പറയും എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വേറൊരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോളൂ, മെയ് 1 ഇത് വാദത്തിന് വരാൻ പോവുകയാണ്, അവിടെ വാദത്തിന് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമാണ് അയാൾ പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു കാര്യം ഉറപ്പാണ്, മെയ് 1 നടക്കുന്ന വാദത്തിൽ ലാവ്ലിൻ കേസിൽ നിന്ന് CBI പിന്മാറുകയാണെങ്കിൽ ഒരു 2 കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഒന്നെന്താണ്? ജയരാജൻ ജാവ്ദേക്കറുമായി ചർച്ചയ്ക്ക് പോയത് ജയരാജന് BJPയിൽ ചേരാൻ വേണ്ടിയല്ല, മറിച്ച് ലാവ്ലിൻ കേസിൽ നിന്ന് പിണറായി വിജയനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു മാധ്യമങ്ങൾക്കും അത് ബോധ്യമായില്ല, ഒരു മാധ്യമങ്ങളും അത് ചോദിച്ചില്ല. ഞാനത് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താ? വളരെ കോൺഫിഡൻ്റായിട്ട്, വളരെ അസർട്ടീവായിട്ട്, വളരെ അതോറിറ്റേറ്റീവായിട്ടാണ് ഈ ദല്ലാൽ നന്ദകുമാർ ലാവ്ലിൻ്റെ കാര്യം പറയുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ 1 തീയതി എന്താ നടക്കാൻ പോകുന്നത്. ഇനി 1 തീയതി നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും കൂടി ഉറപ്പാണ്. എന്താണ്? ചുരുങ്ങിയത് ഒരു സീറ്റിലെങ്കിലും BJPയുമായി CPM അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഒരു സീറ്റിലെങ്കിലും. കാരണം ജാവ്ദേക്കർ പറയുന്നതായിട്ട് നന്ദകുമാർ പലയിടത്തും പറയുന്നു, ഒരു സീറ്റ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബേസ് ഉണ്ടാകട്ടെ, ആ ഒരു സീറ്റ് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ എസൻസി ലാവ്ലിൻ കേസ് അവസാനിപ്പിക്കാം, ഞങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അവസാനിപ്പിക്കാം, ഞങ്ങൾ 2026-ൽ CPMന് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടാക്കാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ലാവ്ലിൻ കേസ് അടുത്ത മാസം ആദ്യം നടക്കുന്ന വാദത്തിൻ്റെ ഭാഗമായി CBI ആ കേസിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 അല്ല 2 കാര്യങ്ങൾ പുറത്തേക്ക് വരും. ഒന്ന്, ജയരാജൻ ചർച്ചയ്ക്ക് പോയത് പിണറായി വിജയനെ സഹായിക്കാനാണ്. 1. 2, ആ കേസിൽ നിന്ന് CBI പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്തർധാര ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെങ്കിലും നടന്നിട്ടുള്ളത് എന്നാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നമ്മുടെ ചർച്ചകൾ മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? BJPയിലേക്ക് ജയരാജൻ പോയോ ഇല്ലയോ? ഇതാണല്ലോ നമ്മുടെ ചർച്ച മുഴുവൻ. അതുതന്നെ ഒരു വലിയ തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. കാരണം അയാൾ ജയരാജൻ BJPയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയുടെ മറവിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയനെ ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള ഇടപെടലാണ് ജയരാജൻ നടത്തിയത് എന്നുള്ളതാണ്. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറഞ്ഞത് മെയ് 1 ആഴ്ച നമുക്കത് ബോധ്യമാകും. എന്തായാലും പിണറായി വിജയൻ ജയരാജനെ പരസ്യമായി ശകാരിക്കുന്നതും ജയരാജനെതിരെ വിമർശനങ്ങളുടെ കുന്തമുന മാറ്റുന്നതുമൊക്കെ തന്നെ പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി ജയരാജൻ നടത്തിയ ഹീനമായിട്ടുള്ള ശ്രമത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് യഥാർത്ഥത്തിൽ നന്ദകുമാറിൻ്റെ പത്രസമ്മേളനം പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്താ നന്ദകുമാർ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ജയരാജൻ തൻ്റെ ഏറ്റവും വലിയ അടുപ്പക്കാരനായിട്ടുള്ള പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, അല്ലാതെ അയാൾ BJPയിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല വന്നത്.
അയാൾ ജാവ്ഡേക്കറുമായി സംസാരിച്ചപ്പോൾ അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലാവ്ലിൻ കേസ് അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് ആവർത്തിച്ച് നന്ദകുമാർ പറയുകയാണ്. യഥാർത്ഥത്തിൽ നടന്നത് അതാണ്. അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയനും പ്രഭൃതികളും ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ അവസാനമായ ഒരു ശ്രമം ജയരാജനിലൂടെ ജാവദേക്കർ വഴി താൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരിക്കുന്നു. ആ ശ്രമം വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് മെയ് ആദ്യത്തെ ആഴ്ച നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മെയ് ആദ്യത്തെ ആഴ്ച CBI ലാവ്ലിൻ കേസിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, പിണറായി വിജയൻ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ, അത് ചിലപ്പോൾ തൃശ്ശൂരാകാം അല്ലെങ്കിൽ തിരുവനന്തപുരമാകാം, അവിടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഡീൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. പക്ഷേ ആ ഡീൽ ഉറപ്പിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആ മണ്ഡലങ്ങളിൽ BJP ജയിക്കണം എന്ന് നിർബന്ധമില്ല. കാരണം ആ ഡീല് പ്രായോഗികമായോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് CPMൻ്റെ അണികളാണ്. CPMൻ്റെ അണികൾ പിണറായി വിജയൻ പറഞ്ഞതനുസരിച്ച് BJPക്ക് വോട്ട് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും BJPയിലേക്ക് താൻ പോകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയുടെ മറവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ EP ജയരാജൻ നടത്തിയ ശ്രമം പ്രകാശ് ജാവ്ഡേക്കർ എന്ന് പറഞ്ഞ BJPയുടെ ഉന്നത നേതാവിലൂടെ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരിക്കേണ്ടതല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.